ജസ്ന തിരോധാന കേസ് ഇന്ന് വീണ്ടും കോടതിയിൽ വരും. അന്വേഷണം അവസാനിപ്പിക്കുകയാണ് എന്ന CBI തീരുമാനത്തിനെതിരെ ജസ്നയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയാണ് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ പരിഗണനയ്ക്ക് വരിക. AV ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ജസ്നയുടെ തിരോധാനം ഇപ്പോഴും ദുരൂഹമായി തുടരുകയാണ്. അത് അന്വേഷിച്ച പല പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും സംസാരിക്കുമ്പോൾ അവർ പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. എന്നാൽ CBI ഫയൽ ക്ലോസ് ചെയ്യാൻ ഒരുങ്ങുന്നു. എന്നാൽ പിതാവ് അത് പാടില്ല എന്ന ഹർജിയുമായി വരുന്നു. എന്താണ് വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് SKN. ജസ്നയുടെ പിതാവ് ജെയിംസ് നൽകിയ തടസ്സ ഹർജിയാണ് ഇന്ന് തിരുവനന്തപുരത്ത് കോടതി പരിഗണിക്കുന്നത്. ആ കേസ് അവസാനിപ്പിക്കണമെന്ന് കാണിച്ച കഴിഞ്ഞ ദിവസങ്ങളിലാണ് CBI ക്ലോസർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ജസ്നയെ കണ്ടെത്താനായില്ലെന്നും ഈ കേസിൽ മുന്നോട്ട് പോകാൻ താല്പര്യമില്ല, ഇതിൽ ജസ്നയെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട ജസ്നയുടെ തിരോധനവുമായി ബന്ധപ്പെട്ട ഒരു തരത്തിലുള്ള ലിങ്കും തങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നായിരുന്നു CBI സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ജസ്നയുടെ പിതാവ് ജെയിംസ് കോടതിയെ സമീപിച്ചത്. തൻ്റെ മകളെ കണ്ടെത്തണമെന്നും തനിക്ക് നീതി ലഭിക്കണമെന്നാണ് പിതാവിൻ്റെ ആവശ്യം. എന്തായാലും ജസ്നയുടെ പിതാവ് സമർപ്പിച്ച ഹർജിയിൽ ഇന്ന് CBIയുടെ വാദമാണ് കേൾക്കുന്നത്. ഒരു തരത്തിലും പിന്നോട്ടില്ല എന്നാണ് ജെയിംസ് ആവർത്തിച്ച് പറയുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെയധികം വർഷങ്ങളായുള്ള ഒരു കേസാണ്. വലിയ വിവാദങ്ങൾക്ക് ശേഷമാണ് കേരള പോലീസിൽ നിന്ന് CBI കേസെടുക്കുന്നത്. CBI ഈ കേസിലേക്ക് വരുമ്പോൾ ജസ്നയെ കണ്ടെത്താനാകുമെന്നൊരു പ്രതീക്ഷ പിതാവിനുണ്ടായിരുന്നു. പക്ഷേ CBI വന്ന വർഷങ്ങളായിട്ടും ഈ കേസിൽ ഒരു തുമ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ ഒരു ഘട്ടത്തിലാണ് കേസിൽ മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് CBI കേസ് അവസാനിപ്പിക്കുമായി ബന്ധപ്പെട്ട കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ഇതിനെതിരെയാണ് നിലവിൽ പിതാവിന്റെ ഹർജിയുള്ളത്. ഈ ഹർജിയിൽ CBIയുടെ വാദമാണ് ഇന്ന് കേൾക്കുക. SKN. താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 18:47. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.